വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇനി ഒരു യുദ്ധമുണ്ടായാലും ഇന്ത്യക്ക് ഗ്യാസ് പ്രതിസന്ധി വരില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനുവേണ്ട നടപടികൾ നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലടക്കം അതിനുവേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിൽ സംഘർഷം ഇനി ഉണ്ടായിക്കഴിഞ്ഞാലും വേറെ എവിടെ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം അതിൻ്റെ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ പെട്രോളിയം മന്ത്രി പറയുന്നു. 21 റിഫൈനറികൾക്കും എണ്ണ കമ്പനികൾക്കും എൽ പി ജി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയെന്നാണ് പറയുന്നത്. പ്രതിദിനം 63,810 ടൺ ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യം. ഇത് രാജ്യത്തിൻ്റെ ദൈനംദിന ആവശ്യത്തിൻ്റെ 70% വരും. ആ ഒരു നീക്കം നല്ലൊരു നീക്കമാണോ? നമുക്ക് യഥാർത്ഥത്തിൽ ഈ നീക്കം കൊണ്ട് ഇനിയൊരു യുദ്ധം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ? അല്ല, ഇത് ഇപ്പൊ ഇത്രയും ഒരു ആർജവത്തോടെ സർക്കാരിന് പറയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഗൾഫ് യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും വളരെയധികം നമ്മുടെ ഈ LPG ഉപയോഗം ഇന്ത്യയിൽ കുറഞ്ഞു. നമ്മളതിന്റെ കണക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അതായത് 32 ദശലക്ഷം പെർ ഡേ എന്നുള്ളത് അത് 30ലേക്ക് എത്തി. 2 ലക്ഷം അവിടെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലരും ഇപ്പോൾ ഈ മറ്റേ ഇൻഡക്ഷൻ കുക്കർ പോലെയുള്ള ഇതിന്റെ പാരലൽ ആയിട്ടുള്ള എനർജിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ വീടുകളിലും ഈ സോളാർ എനർജി വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് അരിവെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറാനാണ് സാധ്യത. കാരണം ഇപ്പോൾ അതാണ് കണ്ടുവരുന്ന ഒരു കാര്യം. ഇനിയിപ്പോ അതിന്റെ ഈ സ്റ്റൗകളുടെ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ബർണറൊക്കെ ഉള്ള സ്റ്റൗ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലേക്ക് ഒരുപാട് പേര് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് 67% നമ്മുടെ LPG ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ LPG ദാതാവ്. ഏതായാലും റഷ്യ ഈ ചരിത്രത്തിൽ ആദ്യമായി റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ LPG വാങ്ങാൻ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനം അത് കൂടാതെ തന്നെ റഷ്യയുടെ, കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ ഇതുവരെ ഗ്യാസ് കൊണ്ടുവന്നിട്ടില്ല, LPG നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ റഷ്യ നമ്മുടെ ഒരു എണ്ണയോ ഗ്യാസോ വിതരണം ചെയ്യുന്ന ഒരു വിതരണക്കാരനെ അല്ല. ചേട്ടാ, ഇതിൽ ഒരു സാധാരണക്കാരന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടും നമ്മുടെ ഈ കമന്റ് സെക്ഷനിൽ ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഈ LPG നമ്മൾ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്, ഈ പെട്രോളിയം മന്ത്രി പറയുന്നത്. LPG നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പോലും നമുക്ക് ക്രൂഡ് ഓയിൽ വേണമല്ലോ. അതായത് നമ്മൾ എണ്ണ ഇവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നില്ല. എണ്ണ കുഴിച്ചെടുക്കാത്തൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഈ LPG ആഭ്യന്തരമായിട്ട് നമ്മൾ ക്രൂഡ് ഓയിൽ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ, സാധാരണ എല്ലാവർക്കും മെയിനായിട്ടും ഇത് കാണുന്ന ഒരു ചിലപ്പോൾ ഒരു സുഡാപ്പിക്ക് തോന്നുന്നത്, നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ LPG ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മറുപടി ഉണ്ടോ? അതായത് ശരിയാണ്, ആ ചോദ്യം വളരെ കറക്റ്റ് ആണ്. എങ്ങനെയാണ് ഇത് ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ LPG എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ രാജ്യം ഇന്ന് വരെ LPG ആയിട്ട് തന്നെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഖത്തറിൽ നിന്നായാലും ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതായാലും ഇപ്പോൾ റഷ്യയുമായി നമ്മളൊരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നതായാലും ഒക്കെ തന്നെ LPG ആയിട്ട് നമ്മളിവിടെ ഇറക്കുമതി ചെയ്തിരുന്നതാണ്. പക്ഷെ നമ്മളെ കണക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന്, ഈ ക്രൂഡ് ഓയിൽ പ്രോസസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പെട്രോൾ ഡീസൽ ആക്കുന്നത്, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് പ്രോസസ്സിംഗ് തുടങ്ങുമ്പോൾ തന്നെ അതിൽ നിന്ന് LPG ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ധാനുഷിന് അറിയാവുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ റിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് LPG ഉൽപ്പാദിപ്പിക്കാൻ 2 ഐറ്റംസ് ആണ് കിട്ടുന്നത്, പ്രൊപ്പൈനും ബ്യൂട്ടൈനും. നമ്മൾ അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല, LPG ആയിട്ട് തന്നെ വയ്ക്കുക. ആ പ്രൊപ്പൈനും ബ്യൂട്ടൈനും നമുക്ക് കിട്ടുന്നുണ്ട്, അത് വെച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് അഭിചേട്ടൻ പറഞ്ഞു വരുന്നത്. അതെ, ആ ഒരു സാധനം അതേ രീതിയിൽ തന്നെ നമ്മളിപ്പോ സ്വന്തമായിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ്. അതായത് സ്വാഭാവികമായി തന്നെ ക്രൂഡ് ഓയിൽ വരുന്നു. ഈ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യാതെ പെട്രോൾ ഡീസലും മറ്റു ഉൽപ്പന്നങ്ങളും ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ 2 മൂലകങ്ങൾ കൂടി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മുൻപ് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്തിരുന്നില്ല. പകരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് LPG ആയിട്ട് തന്നെ ഓരോ രാജ്യത്തിന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിഫൈനറിയിൽ വെച്ച് തന്നെ ഇതിനെ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ വരുന്ന ഈ 2 മൂലകങ്ങളെ നമ്മൾ LPG ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും സ്വാഭാവികമായി തന്നെ നമുക്ക് ഈ പറഞ്ഞ 70% ഈസി ആയിട്ട് എത്താൻ പറ്റും. നിലവിൽ 40% നമ്മൾ സ്വയം ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 70% നമുക്ക് ഈസി ആയിട്ട് എത്താൻ കഴിയും. എന്തായാലും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണം. അതിന്റെ ടെക്നിക്ക് ഇതാണ്, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണം. കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തില്ലെങ്കിൽ വണ്ടി ഓടത്തില്ല, ബാക്കി ഫാക്ടറികൾ വർക്ക് ചെയ്തില്ല, ഒന്നും വർക്ക് ചെയ്തില്ല. ഇലക്ട്രിഫിക്കേഷൻ, ഇതിന്റെ കറണ്ടിന്റെ പരിപാടികളൊന്നും നടക്കത്തില്ല. ഇതെല്ലാം അതിൽ തന്നെ വരുന്നതാണ്. കാരണം പല താപനിലയങ്ങളൊന്നും പ്രവർത്തിക്കത്തില്ല ഇതിനകത്ത്. ഇവിടെയാണ് ഈ ക്രൂഡ് ഓയിൽ നിന്ന് കിട്ടുന്നത്. ഇത് നമുക്ക് പണ്ടേ ചെയ്യാമായിരുന്നു. മോദി വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് നെഹ്റുവിന് ചെയ്യാമായിരുന്നു, ഇന്ദിരാജിക്ക് ചെയ്യാമായിരുന്നു, ഏറ്റവും വലിയ റിഫൈനറീസ് ഇവിടെ ഉണ്ട് താനും, ജാംനഗർ പോലുള്ള ഉണ്ട് താനും, റിഫൈനറി ഉണ്ട് താനും എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു നമ്മൾ.
പക്ഷെ ഇപ്പോഴും നരേന്ദ്രമോദി വന്ന് ഈ ഒരു പദ്ധതി ഇന്നലെ തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു, കാരണം ഈ റിഫൈനറിൽ ഇന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം പ്രോസസ് ചെയ്ത് ഈ വരുന്ന മൂലകങ്ങളെ ആ ഒരു ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നടക്കുന്ന ഒരു കേസല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സംഭരണശാലകളുടെ ഒക്കെ വ്യാപ്തി കൂട്ടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കാലങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണ്. ഇതിവിടെ തന്നെയാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കി. അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ എന്ത് പറഞ്ഞു, എന്റെ ദൈവമേ, ഇനി മഴ വന്ന് വെള്ളം പൊങ്ങിയാൽ എന്ത് ചെയ്യും? 4-5 സംസ്ഥാനം ഒലിച്ചു പോകും. ഇവർക്കെന്ന് ഈ ഒലിച്ചു പോകുന്ന കാര്യമാണ്. മുല്ലപ്പെരിയാറിന്റെ കഥയും വെച്ചോണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒലിച്ചു പോകും. ഇവിടെ ആ മനുഷ്യൻ കേറിയ കാലം മുതൽ 100 കണക്കിന് കനാലുകളും ചെറുകനാലുകളും ഒക്കെ ഈ സിന്ധു നദിയിലെ ജലം ഇത് വഴിതിരിച്ചു വിടാൻ ഇപ്പൊ രാജസ്ഥാൻ മരുഭൂമി വരെ ചെല്ലുന്നുണ്ട് സിന്ധു നദീജലത്തിന്റെ വെള്ളം. ഇനി വെള്ളം പൊങ്ങിയാലേ ലാഭമുള്ളൂ, കാരണം കൂടുതൽ ഇടത്തേക്ക് വെള്ളം വിടാൻ പറ്റും. അതാണ് അവസ്ഥ. അപ്പൊ ഇദ്ദേഹം, ഈ നരേന്ദ്രമോദി സർക്കാർ ഇതിനുള്ള പരിപാടികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരില്ലായിരുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനം പതുക്കെ ഇതിന്റെ ഉപയോഗം കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഇത് വേർതിരിച്ചെടുത്ത് ഒരു 70% നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസിന്റെ കാര്യത്തിൽ ഒരു 30% ടെൻഷനെ പിന്നെ നമുക്ക് വരുന്നുള്ളൂ. ആ 30% വേണ്ടി വരില്ല. കാരണം ഓൾറെഡി തന്നെ ഇപ്പോൾ തന്നെ അത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ മറ്റ് ഇന്ധനങ്ങളിലേക്ക് മാറുന്നതോടുകൂടി ഇലക്ട്രിക്കല്, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്യാസ് മഹാരാഷ്ട്രയിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ എഥനോളിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു സാധനമാണത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ജനം. കേരളത്തിലേക്ക് എത്തുമ്പോൾ ടൈം എടുക്കും. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇൻഡക്ഷൻ കുക്കർ ചിലവായി പോകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഹോം അപ്ലയൻസ് കടകളിലൊക്കെ ചെന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇൻഡക്ഷൻ കുക്കർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നും ഇല്ല എടുക്കാനായിട്ട്, എല്ലാം തീർന്നു എന്ന് പറയും. ഇപ്പൊ എനിക്കൊന്ന് ഓണമൊക്കെ വരുമ്പോൾ ഓഫർ കാണും, നല്ല രീതിയിൽ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ നീക്കം തന്നെയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിന്റെ വളരെ, കാരണം അദ്ദേഹത്തിന്റെ എപ്പോഴും അദ്ദേഹം പറഞ്ഞതൊക്കെ ചിപ്പ് മുതൽ ഷിപ്പ് വരെ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ്. ഇത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഈ വാർത്ത വന്നു കഴിയുമ്പോൾ ആരെങ്കിലും പറയുമായിരിക്കും ഇത് നെഹ്റുവിന്റെ സ്വപ്നമായിരുന്നു ഇങ്ങനെ വേർതിരിച്ചെടുക്കണമെന്നുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് LPG ഇറക്കുമതി ചെയ്തിരുന്നിടത്തു നിന്ന് ഈ വരുന്ന ക്രൂഡ് ഓയിലിനെ ഇത്, കാരണം നമുക്കിപ്പോൾ ക്രൂഡ് ഓയിൽ വരുന്നതും സംഭരണവും കൂടുതലാണ്, അധികമാണ്. ഇപ്പോൾ നമ്മൾ മാക്സിമം കിട്ടാവുന്നതൊക്കെ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. കാരണം നമ്മൾ വാങ്ങുന്നത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഏതാണ്ട് ഇപ്പോൾ നിലവിൽ 12 തുർക്കിക്ക് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ശത്രു രാജ്യമായ തുർക്കി, ബംഗ്ലാദേശ് അടക്കം, UK പറയുന്നത് ഞങ്ങൾ ഇനി എന്ത് പ്രശ്നം വന്നാലും ഇന്ത്യയുടെ തന്നെ വാങ്ങും, കാരണം വേറെ വഴിയില്ല അവർക്ക്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധം വന്നാലും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. കാരണം എന്തായാലും നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണം. അതിപ്പോ കൊള്ളപ്പലിശയ്ക്ക് പൈസ എടുത്തിട്ടായാലും നരേന്ദ്രമോദി എവിടുന്നേലൊക്കെ എണ്ണ കൊണ്ടുവരും. അപ്പൊ അത് കൊണ്ടുവരും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇത് വിഘടിപ്പിച്ചെടുത്ത് ഇവിടെ തന്നെ 70% ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടും. വളരെ വലിയ വാർത്തയാണിത്. വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു വലിയ വാർത്ത തന്നെയാണ്. മുമ്പ് ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മുമ്പ് എണ്ണയ്ക്ക് വേണ്ടി യാചിച്ചു നിന്നിരുന്ന ഈ സുടുക്കളൊക്കെ പറയത്തില്ല, ഗൾഫ് രാജ്യങ്ങൾ എണ്ണ തന്നില്ല, ഇന്ത്യ തീർന്നു എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പൊ എണ്ണ മേടിക്കുമോ എന്ന് ചോദിക്കുക. കാരണം ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിലേക്ക് നമ്മൾ മാറി. അതും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ പൂഴ്ത്തുകയാണെന്ന് പറയരുത്, കാലത്താണ്. രണ്ടാമത്, സ്വയമായിട്ട് ഈ ഗ്യാസ് പ്രോസസ് ചെയ്തിട്ട് ആഭ്യന്തര ഉൽപാദനത്തിന്റെ ആ കമ്മി നികത്തി മുൻപോട്ട് പോകാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ LPG ഇറക്കുമതി ചെയ്തിടത്തു നിന്ന് സ്വന്തമായി LPG ഉണ്ടാക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അത് ചില്ലറ പണിയൊന്നുമല്ല, വലിയ ഒരു നേട്ടം തന്നെയാണ്, ഒരു നാഴിക കല്ല് തന്നെയാണത്.